ഹലോ ഗായ്സ്. ഞാൻ റീസെൻ്റ്ലി കുറച്ച് ഡിജിറ്റൽ ആർട്ട് വർക്ക്സ് ചെയ്തായിരുന്നു. ഇപ്പോൾ പ്രസൻ്റ്ലി പ്രോക്രിയേറ്റിലാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ വരച്ചുകൊണ്ടിരുന്നത് വെച്ചത് മൊബൈലിലായിരുന്നു. അപ്പോഴും കുറേ പേര് എന്നോട് ചോദിക്കുമായിരുന്നു ആപ്പ് ഏതാണ് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കെച്ച് ബുക്കായിരുന്നു. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ സ്കെച്ച് ബുക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അഡോബ് ഇലസ്ട്രേറ്ററും പിന്നെ IBS പെയിൻറ്റെക്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്കെച്ച് ബുക്കാണ്. സ്കെച്ച് ബുക്ക് എനിക്ക് കുറച്ച് ഈസിനെസ് ഈ സ്കെച്ച് ബുക്കിലായിരുന്നു. എൻ്റെ ഇപ്പോൾ കാണുന്ന ഈ വാൾപേപ്പർ ഞാൻ ഈ സ്കെച്ച് ബുക്കിലാണ് വരച്ചത്, ഫോണിൽ തന്നെ. സോ ഈ ഇപ്പോൾ ഡിജിറ്റൽ ചെയ്യാൻ വേണ്ടി വലിയ ടാബ് തന്നെ വേണം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ PC തന്നെ വേണം, അങ്ങനെയൊന്നുമില്ല. ഗ്രാഫിക്സ് ടാബ്ലറ്റും അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ ഫോണിൽ തന്നെ വരക്കാൻ പറ്റും. അതിൻ്റെ വലിയൊരു പ്രൂഫ് തന്നെയാണ് എൻ്റെ വാൾപേപ്പർ. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് ആപ്പ്, സ്കെച്ച് ബുക്ക്. ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് എന്നാണ്, ഫ്രീ ആപ്പാണ്. സോ ഇതിൽ ജസ്റ്റ് ഞാൻ ബേസിക് എല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ ടോപ്പിൽ കുറച്ച് ഇത് കാണാം. ഫസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ന്യൂ സ്കെച്ച്. ഗാലറി എന്ന് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് ഇമേജ് എടുക്കാം നമുക്ക്. അതല്ല ന്യൂ സ്കെച്ച് ആണെങ്കിൽ ന്യൂ സ്കെച്ച് എടുക്കാം. ഷെയർ എന്ന് പറഞ്ഞാൽ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനാണ്. പ്രിഫറൻസസ് നമ്മുടെ ഗസ്റ്റ് കൺട്രോൾസും ബാക്കി ഇതിൻ്റെ അൺഡു റീഡു അതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ടാബ് വരുന്നത് സെലക്ഷൻ ടൂള്, ട്രാൻസ്ഫോം ടൂള്, കളർ ഫില്ല്, ഗൈഡ് ലൈൻസ്, അങ്ങനത്തെ കുറച്ച് ടൂൾസൊക്കെയാണ്. ഓക്കെ, കളർ ഫില്ല് നമ്മൾ പെയിൻറ്റ് ബ്രഷിൽ കണ്ടിട്ടുള്ള പോലെ കളർ ഫില്ല് ചെയ്യാനായിട്ട്. ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്കെയിലാണ്, കേർവ്ഡ് സ്കെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ വരക്കണമെങ്കിൽ ഇങ്ങനെ വരക്കാം. അപ്പോൾ അത് കളയുമ്പോൾ നമുക്കൊരു കേർവ്ഡ് ലൈൻ കിട്ടും. ഓക്കെ, സോ അങ്ങനെ അത്. പിന്നെ ഇമ്പോർട്ട് ഇമേജ് നമുക്ക് ഗാലറിയിൽ നിന്ന് നിങ്ങൾ റെഫറൻസ് ഇമേജ് എടുത്തിട്ട് അത് നോക്കിയിട്ട് വരക്കാം. പ്രെഡിക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കേർവ്ഡ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കേർവായി കിട്ടും. ചെറിയൊരു സർക്കിൾ വരക്കുകയാണെന്നാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സ്ക്വയർ കുറച്ചും കൂടെ ഒരു ക്ലീൻ ഫിനിഷ് കിട്ടും. ഓക്കെ, അതാണ് പ്രൊഡക്റ്റീവ് സ്ട്രോക്ക്. അതിൻ്റെ ലെവൽ കൂട്ടാനും കുറക്കാനും പറ്റും. കൂട്ടുന്നതനുസരിച്ച് നമ്മൾ ഇച്ചിരി കറക്റ്റായിട്ട് വരച്ചാലും അങ്ങനെ വരും. ലെവൽ 1 ആണെങ്കിൽ കറക്റ്റ്, പക്ഷേ ചെറിയൊരു സ്മൂത്ത്നെസ് മാത്രം വരുള്ളൂ, പെർഫെക്റ്റ് സർക്കിൾ ആവില്ല. ഓക്കെ, അതാണത്. നെക്സ്റ്റ് ഇമ്പോർട്ട് പറഞ്ഞു. പേഴ്സ്പെക്റ്റീവ് ഗൈഡ് ലൈൻസ് പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട് വരക്കാനായിട്ട്, പേഴ്സ്പെക്റ്റീവ് കറക്റ്റായിട്ട് വരക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് എല്ലാ ടൂൾസ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ബ്രീഫായിട്ട് വേറൊരു വീഡിയോ നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് ടൈം ലാപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ടൈം ലാപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്നത് ഫുള്ള് ടൈം ലാപ്സായിട്ട് റെക്കോർഡായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗാലറിയിട്ട് സേവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സേവ് ചെയ്തില്ല. പിന്നെ ഷേപ്സ് സാധാരണ പെയിൻറ്റ് ബ്രഷിൽ കാണുന്ന അതൊക്കെ തന്നെ. പിന്നെ എന്ന് പറയുന്നത് ബ്രഷ് സെറ്റ്സ് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ബ്രഷ് ഉണ്ട്, പല പല ടൈപ്പ് ബ്രഷ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ്, പെയിൻറ്റ് ഡ്രോപ്പ് അതേപോലെ തന്നെ വരും. അപ്പോൾ അത് ബ്രഷായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ടെക്സ്ചർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്നത് താഴത്തെ ഒരു ബട്ടൺ കണ്ടോ, താഴത്തെ ആ ഒരു ബട്ടൺ ടാപ്പ് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും അതിൽ നടുക്കൊരു സാധനം വരും. ഇത് താഴത്തെ ഇത് കളറാണ്. ഇത് പൊക്കത്തേക്കും താഴത്തേക്കും കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ വേറെ ഏത് കളറാണെങ്കിലും, ഇപ്പോൾ റെഡ് എടുത്തെന്ന് വിചാരിച്ചു, റെഡിൻ്റെ ഡാർക്ക്നെസ് കുറക്കണമെങ്കിൽ അങ്ങനെ പൊക്കത്തോട്ട് സ്വൈപ്പ് ചെയ്ത് തന്നെ കുറയും, താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്കാവും. ഓക്കെ, അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. സാച്ചുറേഷൻ കൂട്ടുകയും കുറയുകയും ചെയ്യും. റൈറ്റിലേക്കാണ് സാച്ചുറേഷൻ കൂടും റെഡിൻ്റെ, ലെഫ്റ്റിലേക്കാണെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ കുറയും. ഓക്കെ, അതാണ് കളറിൻ്റെ. ഓക്കെ, ഇനി പൊക്കത്തെ ടാബിൽ പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കൂടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമലൊരു ബ്രഷ് എടുത്ത് കാണിച്ചു തരാം, ഒരു പെന്നെടുത്ത് കാണിച്ചു തരാം. പെന്നിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ നമുക്ക് വേറെ ഇങ്ക് ബ്രഷ് എടുത്ത് നോക്കാം. അതിൻ്റെ സൈസ്
ഓക്കെ. ഇപ്പം ഒപ്പാസിറ്റി കണ്ടോ? 100%ലാണ് നിൽക്കുന്നത്. 100%ലാണെങ്കിൽ നോർമൽ. ഓക്കെ. അതിൻ്റെ താഴത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറയും. അതായത് അതിൻ്റെ ട്രാൻസ്പെറൻസി കൂടും. ലൈക്ക് ഒരു ഹൈലൈറ്റർ പോലെ വർക്ക് ചെയ്യും. ഹൈലൈറ്റർ ഒരു പെയിൻറ്റ് ബ്രഷൊക്കെ പോലെ വാട്ടർ കളർ വെച്ച് വരച്ച ആ ഒരു ഫിനിഷ് കിട്ടും. ലൈക്ക് ദിസ്. ഓക്കെ. അങ്ങനെ അതതിൻ്റെ ഒപ്പാസിറ്റി. ഓക്കെ. പിന്നെ വരുന്നത് ബ്രഷസ്, സ്മഡ്ജിങ് ടൂള്, റബ്ബർ, അങ്ങനത്തെ ഓരോരോ ടൂൾസ് ഉണ്ട്. ഇഷ്ടംപോലെ ബ്രഷസ് ഉണ്ട്. ടെക്സ്ചർ ആണെങ്കിൽ നമുക്ക് ടെക്സ്ചറായിട്ട് വരക്കണമെങ്കിൽ ടെക്സ്ചർ കിട്ടും നമുക്ക്. ഓക്കെ. ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് കിട്ടും. ഇഷ്ടംപോലെ. എനിക്ക് എൻ്റെ ഈ ആപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെയിൻ ഒരു കാര്യം ഇത്രയും ബ്രഷസ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ഐ ഡ്രോപ്പർ ടൂള് നമുക്ക് കളർ പിക്ക് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു പടം ഇങ്ങനെ വരച്ചു. ലൈക്ക് ഒന്ന് യൂസ് ചെയ്യാവുന്നത് ഇപ്പോൾ വേറെ ഗ്രീൻ എടുത്തു, അത് വെച്ച് ഇവിടെ വരച്ചു. എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ എടുത്ത് അതും വെച്ച് വരച്ചു. അങ്ങനെ വരക്കുക എന്നാണെങ്കിൽ ഞാനിപ്പോൾ ഈ കളർ എനിക്ക് പിന്നെയും വേണമെന്ന് വിചാരിച്ചു. സപ്പോസ് എനിക്കിപ്പോൾ ആ എക്സാക്റ്റ് ബ്ലൂ ഇപ്പോൾ ഇവിടെ കോർണറിൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് വല്ലതുമാണ് ഞാൻ ആ കളർ പിക്ക് ചെയ്തതെങ്കിൽ എനിക്ക് ആ എക്സാക്റ്റ് കളർ കിട്ടാൻ പാടായിരിക്കും. ലൈക്ക് ഞാനത് കറക്റ്റായിട്ട് ഇപ്പോൾ കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കളർ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കളർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡ്രോപ്പർ ടൂൾ എക്സാക്ട് സെയിം കളർ നമുക്ക് പിക്ക് ചെയ്ത് തരും. അപ്പോൾ റെഫറൻസ് വെച്ചിട്ടൊക്കെ വരക്കുവാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. റെഫറൻസിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ കളർ നോക്കി നമുക്ക് ആ കളർ വെച്ച് വരക്കാൻ പറ്റും. അങ്ങനെ ഈ ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അൺഡു ബട്ടനാണ്. അൺഡു, ഇത് റീഡു. ഓക്കെ. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും സ്റ്റെപ്സ് പോകാനായിട്ട്. ഓക്കെ. ഇത് ഡയറക്റ്റ് ഇറേസർ, ട്രാൻസ്പെറൻറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് തന്നെ ട്രാൻസ്പെറൻ്റ് ആവും, നേരെ ഡയറക്റ്റ് റബ്ബർ പോലെ ആവും. ഓക്കെ. നമുക്ക് യൂസ് ചെയ്യുന്ന ആ ബ്രഷ് തന്നെ റബ്ബറായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫ്ലിപ്പ് ക്യാൻവാസ്. ഈ ഒരു ഫ്ലിപ്പ് ക്യാൻവാസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് വരും. ഓക്കെ. അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്രഷിലോട്ട് മാറും. ഓക്കെ. ആണ് സംഭവം. അപ്പോൾ അത്രയാണ് ബ്രഷസ്. പിന്നെ കളറ്. ഇതിൻ്റെ അത് നമുക്ക് പൊക്കത്തേക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ഇത് യെല്ലോ ആണെന്ന് വെച്ചാൽ യെല്ലോൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് ഇതാണ്. ഈ കോർണറിൽ നോക്കുന്ന കറക്റ്റ് ഷെയ്ഡ് അത് അങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് എൻ്റെ സാച്ചുറേഷൻ എല്ലാം കൂടും. ഈ പൊക്കത്ത് ഈ ടേബിളിൽ കാണാൻ പറ്റും നമുക്ക് നമ്മൾ യൂസ് ചെയ്ത കളർ ഏതാണെന്ന്. ഓക്കെ. പിന്നെ അതിൻ്റെ താഴത്തു നിന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ ഗ്രീനും ബ്ലൂസും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. HSL ഹൈലൈറ്റ്, സാച്ചുറേഷൻ, ലൂമിനൻസ്. ഓക്കെ. അതാണ് HSL. അപ്പോൾ അതിൻ്റെ സാച്ചുറേഷൻ ഹ്യൂ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. സാച്ചുറേഷൻ കൂട്ടാനും കുറക്കാനും പറ്റും. ലൂമിനൻസും കൂട്ടാനും കുറക്കാൻ പറ്റും. അങ്ങനെ ഒരു കളർ പാലറ്റ് ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന്ന് കളർ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരേ കളറിൻ്റെ തന്നെ സാച്ചുറേഷനും കൂട്ടാനും കുറക്കാനും സെയിം തന്നെ. ഓക്കെ. അത്രയുമാണ് ടൂൾസ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ലെയേഴ്സാണ് നമുക്ക് വരയ്ക്കാനായിട്ട് മെയിൻ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഐ ഗെസ് ഓക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്ത ടൂള് ഇതായിരുന്നു, കളർ ഇൻവേർഷനായിരുന്നു. ഒരു പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത കളർ വരും. അടുത്ത പ്രാവശ്യം സ്ട്രോക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ആ കളർ മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു ലെവലിൽ തന്നെ പല ഇത് വരും. അതായിരുന്നു അത് HSL. ഓക്കെ. അപ്പോൾ എനിക്ക് കളർ ഇൻവേർട്ട് ചെയ്യണ്ട, നോർമൽ ആക്കി വെച്ചു. ഓക്കെ. ഇപ്പോൾ ലെയേഴ്സിലോട്ട് വരാം. ലെയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെയറാണെന്ന് വിചാരിച്ചു. ഈ ലെയറിന് ഞാൻ കളഞ്ഞു. ഇപ്പോൾ ക്ലീൻ ലെയറാണ്. ഓക്കെ. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതിൽ സിമ്പിളായിട്ടൊരു ഫേസ് വരക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ. ഫേസിൻ്റെ ഡയമെൻഷൻസും
ഫേസിൻ്റെ ഷേപ്പ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ഐബ്രോ ഒക്കെ വേണ്ടത്. ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് കാണിക്കണത്. പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഏകദേശം എൻ്റെ ക്യാരക്ടറിന് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ക്യാരക്ടറിൻ്റെ ഹെയർ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോൾ ഒരു ക്യാരക്ടർ വേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിലിപ്പോൾ പെർഫെക്റ്റ് അല്ലേ ക്യാരക്ടർ. അപ്പോൾ ഞാൻ അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യും. അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ വെച്ച പോലെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി എനിക്ക് കൂട്ടാൻ നോക്കാനും പറ്റും. ഞാൻ ഇനി അടുത്ത ലെയർ സെലക്ട് ചെയ്ത് ബ്ലൂ വന്നില്ല, അടുത്ത ലെയർ സെലക്ട് ചെയ്തിട്ട് ഇനി അതിൻ്റെ പൊക്കത്ത് ഞാൻ എന്ത് വരച്ചാലും ആ താഴത്തെ ലെയറിനെ എഫക്റ്റ് ചെയ്യില്ല. ലൈക്ക് അതിൻ്റെ പൊക്കത്ത് ഒരു പേപ്പർ വെച്ചിട്ട് അതിൽ വരക്കുന്നത് പോലെ മാത്രം വരുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ബേസിക്കലി ട്രേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആക്ച്വലി ട്രേസിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടിയിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരക്കാം. ഇപ്പോൾ കണ്ണൊക്കെ ആണെന്നാണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റ് ആക്കിയിട്ട് വരക്കാം. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ കണ്ണ് ജസ്റ്റ് റാൻഡമായിട്ട് റഫായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സ്കെച്ചസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈക്ക് ഞാൻ വരക്കണം എന്നുള്ള സ്കെച്ചസ് എന്തെങ്കിലും ഡിജിറ്റൽ ചെയ്യണം എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ബയോയിലിടാം. ഓക്കെ, സോ അതിൻ്റെ അകത്ത് DM ചെയ്യുക. 2 അക്കൗണ്ട് എതിലാണെങ്കിലും DM ചെയ്യുക. അല്ലെങ്കിൽ മെയിൽ ID കണ്ടിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ തന്നെ. മെയിൽ ചെയ്യാം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, സോ ഐ വിൽ സീ ടു ഇറ്റ്. ഞാൻ മാക്സിമം ആ ഒരു ഇമേജ് ഞാൻ ഡിജിറ്റൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ലെയർ, ആണോ ക്ലീൻ ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ ഇനിയും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഡിജിറ്റലി ക്രിയേറ്റ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ DM ക്രിയേറ്റ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്കെച്ച് ബുക്കിലായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് വെച്ച്. Still I'll try my level best to give the maximum output. So until next video, see ya. Bye.